നമ്മുടെ ഉമ്മാക്ക്, നമ്മുടെ ജേട്ടന്, നമുക്ക് ഒരു ചെറിയ ബ്ലോക്ക് ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സുകളിൽ കടന്നു വരുന്ന ചിന്തകൾ എന്തൊക്കെയാണ്? ഏതൊക്കെ വിധത്തിൽ ട്രീറ്റ്മെന്റുകൾ നടത്താൻ പറ്റുമോ നടത്തണം. അതിന് ഇസ്ലാം എതിരല്ല. ഈ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള, ഇനിയും ഈ ഭൂമിയിൽ നിൽക്കാനുള്ള, കൂട്ടുകുടുംബത്തോടൊപ്പം ചേർന്ന് നിൽക്കാനുള്ള, തൻ്റെ സഹധർമ്മിണിയുടെ കൂടെ നിൽക്കാനുള്ള, തൻ്റെ പ്രിയങ്കരനായ ഭർത്താവിൻ്റെ കൂടെ നിൽക്കാനുള്ള, തൻ്റെ കൊച്ചുമക്കളുടെ കൂടെ നിൽക്കാനുള്ള, വാപ്പയുടെയും ഉമ്മയുടെയും കൂടെ നിൽക്കാനുള്ള അതിയായ മോഹം, താല്പര്യം, ഈ ഭൂമിയോടുള്ള, ഇവിടുത്തെ ജീവിതത്തോടുള്ള, ഇവിടുത്തെ കച്ചവടത്തോടുള്ള, ഇവിടുത്തെ സാമ്പത്തിക രംഗങ്ങളോടുള്ള, ഈ ഭൂമിയുടെ പളപളപ്പിനോടുള്ള മനുഷ്യന്റെ ആഗ്രഹവും താല്പര്യവും എത്രത്തോളമാണ്? നിങ്ങൾ അതിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കുകയാണ്. പക്ഷെ അത് നിങ്ങളെ വന്ന് കണ്ടുമുട്ടുക തന്നെ ചെയ്യും, നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും. എന്നിട്ടോ ദൃശ്യവും അദൃശ്യവും അറിയുന്ന, രഹസ്യ പരസ്യങ്ങൾ അറിയുന്ന ആ റബ്ബിങ്കലേക്കാണ് നിങ്ങളെ മടക്കിക്കൊണ്ടുപോകുന്നത്. എല്ലാം അറിയുന്ന റബ്ബ്. ഇവിടെ ഈ മുഖം, ഇതിനപ്പുറം ഒരു മുഖമുണ്ടായിരുന്നോ എന്ന് നാട്ടുകാർക്കറിയില്ല. ഇരുട്ടിന്റെ മറവിൽ നിനക്ക് മറ്റൊരു മുഖമുണ്ടായിരുന്നോ എന്ന് ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കും അറിയില്ല. എല്ലാം അറിയുന്ന ലോകരക്ഷിതാവായ റബ്ബിന്റെ മുന്നിൽ അവൻ ദൃശ്യവും അദൃശ്യവും അറിയുന്നവനാണ്, രഹസ്യ പരസ്യം അറിയുന്നവനാണ്. ഹൃദയത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന വാരിയല്ലുകൾ കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്ന, അതിനുള്ളിൽ കിടക്കുന്ന, ഖൽബിനുള്ളിൽ കിടക്കുന്ന വികാരങ്ങളെയും വിചാരങ്ങളെയും ചിന്തകളെയും അറിയുന്നവനാണ്. അവന്റെ അടുക്കലേക്കാണ് കൊണ്ടുപോകുന്നത്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്തിരുന്നോ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായ വിവരം ഇങ്ങനെ തരും. ഷിഹാബെ, ഇബ്രാഹിമെ, അബൂബക്കറെ, മുസ, സുലൈമാൻ, മുഹമ്മദ്, അഹ്മദ്, ഇത് നീ ചെയ്തിട്ടുള്ളതാണ്, ഇത് നീ പറഞ്ഞിട്ടുള്ളതാണ്, നീ കാണിച്ചിട്ടുള്ളതാണ്. ചില ആളുകളെ സ്വർഗത്തിലേക്ക് വിടാൻ അള്ളാഹ് തീരുമാനിച്ച ചില ആളുകളാണ്. പക്ഷേ കുറച്ചൊക്കെ തെറ്റുകൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, ആരും അറിഞ്ഞിട്ടില്ല എന്നത് അവന് ഈ ഭൂമിയിൽ ഒരു മുഖമൂടിയായിരുന്നു. പക്ഷേ കുറേ നന്മ ചെയ്ത മനുഷ്യനാണ്. ഈ തിന്മകൾ ആരും കണ്ടിട്ടില്ല എന്നവൻ വിചാരിക്കാൻ പാടില്ല. അതുകൊണ്ട് അവനെ അല്ലാഹ് ഒറ്റക്ക് നിർത്തിയിട്ട് ഇവൻ ചെയ്ത ചെറിയ തിന്മകൾ എങ്ങനെ കാണിച്ചിട്ട് പറയും, ഇതൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് നീ വിചാരിക്കരുത്. ഇരുട്ടിന്റെ മറവിൽ, പാതിരാത്രിയിൽ, അന്ത്യയാമങ്ങളിൽ, ആരും അറിയാതെ, ആരും കാണാതെ നീ ചെയ്തത് ആരും അറിഞ്ഞിട്ടില്ല എന്ന് നീ വിചാരിക്കരുത്. ഇതൊക്കെ നീ ചെയ്തതാണെന്ന് പറഞ്ഞ്, പക്ഷെ ഭൂമിയിൽ ആരും അറിയാതെ ഈ തിന്മകളെ ഞാൻ രഹസ്യമാക്കിയതാണ്. നീ ഒരുപാട് നന്മ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ജനകോടികൾ, ആദം അലൈഹിസ്സലാത്തു വസ്സലാം എന്ന മനുഷ്യന്മാരുടെ കൂട്ടത്തിലെ ആദ്യത്തെ ആള്, ലോകം അവസാനിച്ചന്ന് ജനിച്ചു വീണ ഏറ്റവും അവസാനത്തെ കുഞ്ഞ്, ജനകോടികൾ ഒരുമിച്ച് നിൽക്കുന്ന ഈ കോടതിയിൽ നിന്റെ അഭിമാനത്തെ പിച്ചി ചീന്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ആരും അറിഞ്ഞിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല എന്ന് നീ വിചാരിക്കരുത്. ഇതൊക്കെ നീ ചെയ്തതാണെന്ന് പറഞ്ഞ് അവന് മാത്രം അവൻ ചെയ്ത തിന്മകളെ സ്വകാര്യമായി കാണിച്ച് പൊയ്ക്കോ എന്ന് പറയുന്ന ഒരു രംഗമുണ്ട് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ബോധ്യപ്പെടുത്തുക. അപ്പോൾ ഒരായത്ത് നമ്മൾ പറഞ്ഞു. ഏതായത്ത്? ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും ثم تردون إلى عالم الغيب والشهادة فينبئكم بما كنتم تعملون. സൂറത്തുൽ ജുമുഅ. ഈ മരണം നമ്മെ തേടി വരും, ഏത് കോട്ടക്കുത്തളങ്ങളിൽ ഒളിച്ചാലും. ചിലപ്പോൾ നമ്മുടെ മരണം തളിപ്പറമ്പെന്നായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ മരണം യാത്രയിലായിരിക്കാം, നമ്മുടെ മരണം ഫ്ലൈറ്റിലായിരിക്കാം, നമ്മുടെ മരണം കപ്പലിലായിരിക്കാം, നമ്മുടെ മരണം കാറിലോ ബസ്സിലോ വാഹനങ്ങളിലോ ആയിരിക്കാം, വീടിൻ്റെ റൂമിലായിരിക്കാം. നാം സന്തോഷ പുളകിതരായി നിൽക്കുന്ന വേളയിലാകാം, എവിടെയെന്ന് നമുക്കറിയില്ല. റബ്ബിന് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് വെച്ച് മരിക്കാൻ നമ്മൾ ദുആ ചെയ്യണം. അല്ലാഹ് കോപിച്ച ഒരു സ്ഥലത്ത് വെച്ച് മരിക്കരുത്.
അള്ള വെറുക്കുന്ന ഒരു സന്ദർഭത്തിൽ നമ്മൾ മരിക്കരുത്. ചീത്ത കൂട്ടുകാരന്മാരിൽ ഇരുന്ന് വൃത്തികേട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ നമ്മുടെ റൂഹിനെ പിടിക്കാൻ സർവശക്തനായ അള്ളാഹുവിന് മലക്കുകളോട് ഓർഡർ ഇടാൻ ഒരു പ്രശ്നമില്ല. അവിടെ വെച്ച് നമ്മെ മരിപ്പിക്കരുത്. അതുകൊണ്ട് നന്മയുടെ സ്ഥലത്ത് വെച്ച് ചില സഹാബികൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്, അള്ളാഹുവേ നിസ്കാരത്തിലായിരിക്കെ ഞങ്ങളെ മരിപ്പിക്കണേ എന്ന്. അങ്ങനെ ചില സഹാബികൾ സുബഹി നേരത്ത് നിസ്കരിക്കുമ്പോൾ മരിച്ചിട്ടുണ്ട്. ചില ആളുകൾ ഇശാ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മരിച്ചിട്ടുണ്ട്. നിസ്കാരത്തിൽ മരിച്ചു. പടച്ചോനെ നന്മയിലായിരിക്കെ ഞങ്ങളെ മരിപ്പിക്കണേ. നിന്റെ ദീനിന്റെ പ്രബോധനത്തിനും നിന്റെ ദീനിന്റെ ദഅവത്തിനും നിന്റെ ദീനിന്റെ പ്രചാരണത്തിനും നിന്റെ വഹ്ദാനിയത്ത് ലോകത്തിന്റെ മുമ്പിൽ എത്തിക്കുന്നതിന് വേണ്ടിയും ഞങ്ങൾ നടത്തുന്ന കൊച്ചു കൊച്ചു ദഅവ പ്രവർത്തനങ്ങൾക്കിടയിൽ നെറ്റിത്തടത്ത് വിയർപ്പ് തുള്ളികൾ പൊടിഞ്ഞുകൊണ്ടിരിക്കെ ഞങ്ങളെ മരിപ്പിക്കണേ അല്ലാഹ്. ദീർഘകാലം ഞങ്ങളെ നീ വാട്ടർ ബെഡിലൊന്നും കിടത്തി കളയല്ലേ റബ്ബേ. നല്ല രൂപത്തിൽ ഞങ്ങളെ മരിപ്പിക്കണേ അല്ലാഹ്. അപകട മരണങ്ങളിൽപ്പെട്ട് ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ അല്ലാഹ്. നമുക്ക് പ്രാർത്ഥിക്കാം അല്ലാഹുവോട്. നമുക്കെല്ലാവർക്കും അല്ലാഹു ആരോഗ്യവും ആഫിയത്തുമുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ദീർഘായുസ് ലഭിക്കണം, കൂടെ ആഫിയത്ത് ഉണ്ടാവണം. കുറേ കൊല്ലം കടന്നു ബെഡിൽ കാര്യല്ലേ. ആഫിയത്തുള്ള ദീർഘായുസ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. കടുത്ത പരീക്ഷണങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. കാരണം വെറുതെ വിടുമെന്ന് നമ്മൾ ആരും വിചാരിക്കണം. അങ്ങനെയാണ് അല്ലാഹു ഖുർആനിൽ ചോദിച്ചത്, അയഹ്സബുൽ ഇൻസാനു അൻ യുത്രക സുദാ. വെറുതെ വിട്ടേച്ച് കളയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? നിങ്ങളെ അങ്ങ് വെറുതെ വിടും. ഭൂമിയിൽ ഇങ്ങനെ സുഖമായിട്ട് നടക്കായിരുന്നു. ആരും ചോദിക്കാനില്ല, ആരും പറയാനില്ല. നിനക്ക് മേലൊരു വാക്ക് പറയാൻ ആരുമില്ല. നിന്റെ ഓർഡറാ വീട്ടില്, നിന്റെ ഓർഡറാ കമ്പനിയില്, നിന്റെ ഓർഡറാ ഫാക്ടറിയില്, നിന്റെ കൽപ്പനയാണ് ഷോപ്പില്. നീയായിരുന്നു മേലെ, നിനക്ക് മേലെ വർത്തമാനം പറയാൻ ആരും ഉണ്ടായിരുന്നില്ല. എന്നാൽ മനുഷ്യൻ വിചാരിക്കുന്നുണ്ടോ വെറുതെ അങ്ങ് വിട്ടേച്ച് കളയുമെന്ന്? ഇത് ഞാനും നിങ്ങളും നമ്മുടെ മനസ്സുകളോട് ചോദിക്കേണ്ട ചോദ്യമാണ്. അപ്പൊ ഈ ഭൂമി എന്ന് പറഞ്ഞാൽ ഈ മരിക്കുന്നതിന്റെ തൊട്ട് മുമ്പുള്ള സമയമാണല്ലോ ഈ ഭൂമി. വിശദീകരിക്കാതെ പറഞ്ഞാൽ 5 ഘട്ടങ്ങളാണെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്തോതി പറഞ്ഞു. യഅലമു അന്നമൽ ഹയാത്തു ദുനിയ അന്നമൽ ഹയാത്തു ദുനിയ ലഇബുൻ. വിശദീകരിക്കണില്ല, കളിയുടെ ലോകാണ്. അതൊക്കെ കഴിഞ്ഞു നമുക്ക്. ലഹ്വുൻ സീനത്തുൻ തഫാഖുറുൻ തകാസുറുൻ. 5 ഘട്ടം. ഞാൻ വിശദീകരിക്കില്ല, അങ്ങോട്ട് പോയാൽ കുറെ വിശദീകരിക്കണം. 1 കളി, 2 വിനോദം, അവിടെ പോവുക ഇവിടെ പോവുക അങ്ങനെ. പിന്നെ സീനത്ത് അലങ്കാരം. നമുക്ക് നമ്മളെ ബോഡിനെ കുറിച്ചും നമ്മുടെ ശരീരത്തെക്കുറിച്ചൊക്കെ ഒരു അലങ്കാരം തോന്നുന്ന സമയമുണ്ട്. കണ്ണാടിക്ക് മുന്നിലൊക്കെ ചെന്ന് ഇങ്ങനെ നെഞ്ചൊക്കെ നിവർത്തി നിന്ന് മസിലൊക്കെ ഒന്ന് സ്വയം പിടിച്ചു നോക്കി, കരാട്ടക്കും ജിമ്മിനൊക്കെ ഒന്ന് പോയാൽ തിരക്കടില്ല എന്ന് തോന്നി, മണൽ നിറച്ച ചാക്കിലൊക്കെ ഒന്ന് കുത്തി നോക്കി, അങ്ങനെ ഒരു അലങ്കാരത്തിൻ്റെ പ്രായമുണ്ട്. പിന്നെ തഫാഹുർ തക്കാസുർ, തക്കാസുറും ഫിൽ അംവാലി വൽ ഔലാദ്. മക്കളെ തൊട്ട് പെരുമ പറയാം. അപ്പം അങ്ങനെ കസാരയിലൊക്കെ ഇരുന്ന് അങ്ങാടിയിലൊക്കെ ചെന്ന് ഷോപ്പിലൊക്കെ ചെന്ന് അതിൻ്റെ സോഫയിലൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് അതേ പ്രായത്തിലുള്ള 4-5 ആളുകളൊക്കെ വന്നിങ്ങനെ വർത്തമാനം പറയാൻ. മൂത്ത മോൻ അമേരിക്കയിലാണ്, മറ്റേ ആളുടെ മോൻ റഷ്യയിലാണ്, മറ്റേ ആളുടെ കാനഡയിലാണ്, ഒരു മോളെ ഉള്ളൂ എനിക്ക്, ഓള് കുവൈത്തിലാണ്. ഇതൊന്നും ചോദിച്ചിട്ടില്ല, അങ്ങനെ പറയാണ്. ഇതൊന്നും അപ്പുറത്തുള്ള ആൾ ചോദിച്ചിട്ടില്ല. ബസ്സെന്ന് പരിചയപ്പെട്ടതാ, റെയിൽവേ സ്റ്റേഷനിൽ പരിചയപ്പെട്ടതാ, അങ്ങനെ പറയും. തളിപ്പറമ്പിലെ ഫസ്റ്റ് കാണുന്ന ബിൽഡിങ്ങിന്റെ മൂത്ത മോൻ്റെതാണ്. അയാൾക്ക് ഇപ്പം എന്താ? അപ്പുറത്തിരിക്കണ നിങ്ങളെ മൂത്ത മോൻ്റെതാണെങ്കിൽ എന്താ പ്രശ്നം? ഇല്ല, വെറുതെ അങ്ങോട്ട് പറയാണ്. അതാണ് മക്കളെ തൊട്ട് ഇങ്ങനെ പെരുമ പറയുക, പെരുമ നടിക്കുക, സമ്പത്തിൻ്റെ തൊട്ട് പെരുമ പറയുക, പിന്നെ അഹന്ത വരിക, ഗമ വരിക. ഇതൊക്കെയാണ് ജീവിതത്തിൻ്റെ റൊട്ടേഷൻ. കളിയിൽ, തമാശയിൽ, വിനോദത്തിൽ, അലങ്കാരത്തിൽ, പരസ്പരമുള്ള ഈ പെരുമയിൽ, അഹങ്കാരത്തിലൊക്കെ ഇങ്ങനെ കടന്നു പോകുന്ന ഇടയിൽ ഈ ജീവിതത്തിന്റെ റൊട്ടേഷനിൽ ഏത് സമയത്തും വിളിക്കാം. കുട്ടിക്കാലത്ത് തിരിച്ചു വിളിക്കാം, യൗവനത്തിൽ തിരിച്ചു വിളിക്കാം, പ്രായാധിക്യമേറെ തന്ന് പരീക്ഷിക്കാം, ആഫിയത്തുള്ള ദീർഘായുസ് തന്ന് പരീക്ഷിക്കാം, രോഗം കൊണ്ട് ബെഡ് റെസ്റ്റിൽ കിടന്ന് പരീക്ഷിക്കാം. അള്ളാഹു നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എപ്പോ മരിക്കുകയാണെങ്കിലും, ഏത് സമയത്ത് മരിക്കുകയാണെങ്കിലും, പ്രിയപ്പെട്ടവരെ,
ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് മരിക്കാനുള്ള മഹാസൗഭാഗ്യം അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. മരണം മനുഷ്യന്റെ, ആ മരണത്തിന്റെ രുചി അറിയാതെ ഒരൊറ്റ മനുഷ്യനും കടന്നു പോവില്ല. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, മരണത്തിന്റെ രുചി ആസ്വദിക്കും. മരിക്കുന്നല്ല അല്ലാഹു പറയണത്, മരണത്തിനൊരു രുചിയുണ്ട്. മരണത്തിന് ഒരു രുചിയുണ്ട്. എന്താണ് ആ രുചി? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ലോകത്തിലെ ഏറ്റവും നല്ല വ്യക്തിത്വം. അള്ളാഹു തങ്ങളായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നാളെ പരലോകത്ത് ചേർന്നു നിൽക്കാൻ, സ്വർഗീയ പൂങ്കാവനത്തിൽ ചേർന്നു നിൽക്കാൻ, ആ മുത്തുനബിയുടെ കൂടെ നിന്ന് ഈ പ്രപഞ്ചത്തിന്റെ നാഥനായ അള്ളാഹുവിനെ കണ്ണു നിറയെ കാണാൻ അള്ളാഹു നമുക്ക് സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗത്തിലെത്തിയ ആളുകൾ അള്ളാഹിനെ കാണുന്ന, അല്ല കാണിക്കും. സിയാദ, സ്വർഗത്തിൽ കൊടുക്കുന്ന ഒരു വർധനമാണത്. അള്ളാഹിനെ കാണുക. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ ഭൂമിയിൽ വലിയ സെലിബ്രിറ്റികളെ കാണാനുള്ള തിക്കും തിരക്കും, ഈ ലോകം മുഴുവനും ഒരുക്കിയ റബ്ബിനെ കാണാൻ, നേർക്ക് നേരെ കാണാനുള്ളൊരു ഭാഗ്യം കിട്ടുക, വിശ്വസിക്കാൻ പറ്റുന്നില്ല നമുക്ക്. നമ്മുടെ എല്ലാ സങ്കല്പങ്ങൾക്കും അപ്പുറമാണത്. ഫമൻ കാന യർജു ലിഖാഅ റബ്ബി ഫൽയഅമൽ അമലൻ സാലിഹൻ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദ. സൂറത്തുൽ കഹ്ഫ് അവസാനത്തെ ആയത്ത്. ആര് അല്ലാഹനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നുണ്ടോ, എന്താ പറഞ്ഞേ? ഫമൻ കാന യർജു ലിഖാഅ റബ്ബി, ആര് അവന്റെ റബ്ബിനെ കണ്ടുമുട്ടാൻ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടോ, ഫൽയഅമൽ അമലൻ സാലിഹൻ, അവൻ സൽക്കർമ്മം ചെയ്യട്ടെ, നന്നായിട്ട് പ്രവർത്തിച്ചോളി. നിസ്കാരം, സുന്നത്ത്, സ്വതക്ക, സക്കാത്ത്, ചിരിക്കുക, ഏറ്റവും ചെറിയ പുണ്യാണത്. ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ഷൈഅ, നന്മയിൽ ഒന്നിനെയും നിങ്ങൾ ചെറുതായി കാണണ്ട. ആര് പറഞ്ഞേ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. റോട്ടിലൊരു ചെറിയ വള്ളി കിടക്കുന്നുണ്ട്, ഒരു കയറ്. നടന്നു പോണ ആളുടെ കാലിൽ കുടുങ്ങി വീഴാൻ സാധ്യതയുണ്ട്. എടുത്തിട്ട് സൈഡ് കിട്ടോ, പുണ്യ. ഒരാളുടെ ചിരിച്ചാൽ കൂലിട്ടും, ഒരാളുടെ ഇളിച്ചാൽ കുറ്റം കിട്ടും. ചിരിക്കലും ഇളിക്കലും തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലേ? ചിരിച്ചാൽ കൂലിയാ, എന്നാൽ ഒരു കളിയാക്കിയിട്ട് ഒന്ന് ഇളിച്ചാലോ അതിന് കുറ്റ. എല്ലാ ചെറുതിനും നമുക്ക് പുണ്യുണ്ട്, ഒന്നിലും മാറി നിൽക്കണ്ട. അഫ്ശുസ്സലാമ ബൈനക്കും, സലാം വ്യാപിപ്പിച്ചോളി, സ്നേഹം ഉണ്ടാവും. പള്ളിക്ക് ഇങ്ങനെ കയറി വരുമ്പോൾ കണ്ടു, സലാം പറഞ്ഞു. പിന്നെ അവിടുത്തെ ഇങ്ങനെ പോയിട്ട് ആ ഹൗദിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ കണ്ടു, വീണ്ടും സലാം പറഞ്ഞു. സാബികൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ വലിയൊരു മരം, വലിയൊരു കല്ല് കണ്ടാൽ രണ്ട് സഹാബികൾ സലാം പറഞ്ഞ് വർത്താനം പറഞ്ഞ് ഇങ്ങനെ പോവുക. പെട്ടെന്നൊരു പാറ, ഒരാൾ ഇപ്പുറത്ത് ഒരാൾ പാറൻ്റെ അപ്പുറത്തും വന്നിട്ട് രണ്ടാമത് ഇവിടുന്ന് കാണുമ്പോൾ അസ്സലാമു അലൈക്കും, വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. നമ്മളോട് ഇപ്പോൾ ഇവിടുന്ന് ഒരു സലാം പറഞ്ഞ് പിന്നെ പൈപ്പിൻ്റെ അടുത്തുനിന്ന് സലാം പറഞ്ഞു, എന്താ ഇയാൾക്ക് എപ്പോഴും ഇങ്ങനെ സലാം പറഞ്ഞുകൊണ്ട് എന്ന് തോന്നും നമ്മുടെ മനസ്സിൽ. സഹാബികൾ അങ്ങനെയാണ്. സഹാബികൾ എങ്ങനെ കൂലി എങ്ങനെ കിട്ടാൻ ചാൻസ് ഉണ്ടോ അതൊക്കെ വാങ്ങുകയാണ്. നിങ്ങൾ കണ്ടുമുട്ടുമ്പോൾ സലാം പറഞ്ഞോ എന്ന് പറഞ്ഞാൽ ഒരു മതിലിൻ്റെ രണ്ട് സൈഡിലൂടെയും വന്നവർ സലാം പറയുമായിരുന്നു. അങ്ങനെ പുണ്യത്തിൻ്റെ വിഷയത്തിൽ മത്സരിക്കുകയാണ് ആര്? സ്വഹാബ കിറാം. അപ്പോൾ ഈ എന്തിനാണ് ഈ മത്സരം? മരിക്കുമ്പോൾ സുഖമായിട്ട് മരിക്കാനാണ്. മരണത്തിൻ്റെ ഒരു രുചി ഏറ്റവും നല്ല രൂപത്തിൽ ആസ്വദിച്ചിട്ടുണ്ടാവുക. ഞാൻ പറഞ്ഞല്ലോ, ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം നബിയോട് നമ്മളെ റൂഹ് പിടിക്കുന്ന പോലെ അല്ല, നമ്മുടെയൊക്കെ റൂഹ് സമയമാകുമ്പോൾ വന്നിട്ട് പിടിക്കലാണ്. എന്നാൽ മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൂഹ് പിടിച്ചത് എങ്ങനെയാണ്? എങ്ങനെ റൂഹ് പിടിച്ചത്? ആ റൂഹ് പിടിക്കട്ടെ എന്ന് ചോദിച്ചു. നബിയെ, അല്ല പറഞ്ഞയച്ചതാ. നിങ്ങളുടെ റൂഹ് പിടിക്കാൻ വേണ്ടി അല്ല ഇങ്ങനെയാണ് പറഞ്ഞത്. എങ്ങനെ? നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് മടങ്ങണോ, നിങ്ങളുടെ റൂഹ് പിടിക്കണം. നിങ്ങൾക്ക് ഭൂമിയിൽ തന്നെ തുടരണോ, നിങ്ങളുടെ റൂഹ് വിട്ടേക്കണം, പിടിക്കണ്ട. എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് ചോദ്യമല്ല, അള്ളാഹിന്റെ റസൂലിനോട് നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ റൂഹ് പിടിക്കാൻ അല്ല പറഞ്ഞിട്ടുണ്ട്. മുത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മലക്കുൽ മൗത്തിനോടും മലായിക്കത്തുകളോടും പറഞ്ഞു, എനിക്ക് റബ്ബിങ്കലേക്ക് മടങ്ങാനാണ് ഇഷ്ടം. അങ്ങനെ റൂഹ് പിടിക്കുക, പതുക്കെ പിടിക്കുകയാണ്. സാധാരണ മുഅ്മിനീങ്ങളുടെ റൂഹ് പിടിക്കുന്നത് യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാളിയതം മർളിയ ഫദ്ഖുലി ഫീ ഇബാദി
വദ്ഖുലി ജന്നതി. ഇങ്ങനെയാണ് സാധാരണ അല്ലേ? ഇതല്ല ഖുർആൻ പറഞ്ഞത്. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന, സമാധാനമടഞ്ഞ ആത്മാവേ, പേടിക്കേണ്ട സമാധാനത്തിലുള്ള സമാധാനം കൈക്കൊള്ളുന്ന ആത്മാവേ, ഇർജിഇ ഇലാ റബ്ബികി റാദിയതം മർദിയ, തൃപ്തിയോടുകൂടി നിന്റെ റബ്ബിങ്കലേക്ക് നിനക്ക് മടങ്ങാം. കൊണ്ടുപോവാണ് നമ്മളെ. പേടിക്കണ്ട, ഭയപ്പെടണ്ട, സമാധാനത്തോടു കൂടി പോന്നോളൂ, നിങ്ങളുടെ റൂഹ് പിടിക്കാൻ വേണ്ടി വന്നതാണ് എന്ന് സമാധാനത്തിൽ മലക്കുകൾ പറഞ്ഞ്, ഇതുവരെ നമ്മൾ മലക്കുകളുടെ സൗണ്ട് കേട്ടിട്ടില്ല, അന്ന് കേൾക്കുകയാണ്. ഇതുവരെ നമ്മൾ മലക്കുകളെ കണ്ടിട്ടില്ല, അന്ന് കാണുകയാണ്. എന്നിട്ട് മലായിക്കത്തുകൾ നല്ല സമാധാനത്തിൽ വർത്തമാനം പറഞ്ഞിട്ട് പറയും, ഫദ്ഖുലി ഫീ ഇബാദി, നിങ്ങൾക്ക് മുമ്പ് പോയ കുറെ അടിമകളുണ്ട് റബ്ബിന്റെ. സ്വർഗത്തിലേക്ക് നിങ്ങൾക്ക് മുമ്പ് കടന്നുപോയ നിങ്ങളുടെ ഉപ്പയുണ്ട്, വല്ലിപ്പയുണ്ട്, നിങ്ങളുടെ നാട്ടിലെ മനുഷ്യരുണ്ട്, നിങ്ങളുടെ ഉമ്മയുണ്ട്, നിങ്ങളുടെ ഉമ്മയുടെ ബന്ധുക്കളുണ്ട്, നാട്ടിലെ നല്ലവരായ മനുഷ്യരുണ്ട്. നല്ലവരാണെങ്കിൽ അവരൊക്കെ സ്വർഗത്തിലേക്കാണ്. ആ സ്വർഗത്തിലേക്ക് പോയ റബ്ബിന്റെ അടിമകളാകുന്ന എന്റെ അടിമകളുടെ കൂട്ടത്തിലേക്ക് താങ്കളും വരൂ എന്ന് പറഞ്ഞിട്ടാ കൊണ്ടുപോണത്. വദ്ഖുലി ജന്നതി, ഈ ആത്മാവിനോട് അല്ലാഹ് പറയാ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചോ. അടക്കം ഒരു സ്ത്രീലിംഗം പ്രയോഗിക്കുകയാണ്, വദ്ഖുലി അല്ലേ? അത് ആത്മാവുമായി ബന്ധപ്പെട്ട ചർച്ചയാണ്. സ്വർഗത്തിലേക്ക് വരൂ. ഇങ്ങനെ മലക്കുകൾ പറഞ്ഞിട്ട് ആ റൂഹ് പിടിക്കുക, സമാധാനത്തിന്റെ വർത്തമാനം. അത് ഖുർആൻ മറ്റൊരു സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്, സലാമുൻ അലൈക്കും ഉദ്ഖുലുൽ ജന്ന, സലാമുൻ അലൈക്കും ഉദ്ഖുലുൽ ജന്ന, സമാധാനത്തിൽ നിങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചോളൂ. സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് സമാധാനമുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ മരിക്കുകയാണെങ്കിൽ, നമ്മൾ നല്ല മനുഷ്യരാണെങ്കിൽ നമുക്ക് സലാം പറഞ്ഞ് സമാധാനത്തിന്റെ വർത്തമാനം പറഞ്ഞ് നല്ല പേടിപ്പിക്കാതെയുള്ള സംസാരം നടത്തി നല്ല വേഷത്തിൽ, നല്ല രൂപത്തിൽ, നല്ല കോലത്തിൽ മലായിക്കത്തുകൾ വന്ന്, അതെ, നമ്മുടെ കണ്ണ് ആ മലായിക്കത്തുകൾ ഇങ്ങനെ അനുധാവനം ചെയ്ത് ഇങ്ങനെ നോക്കി ആസ്വദിച്ച്, അപ്പൊ റൂഹ് ഇങ്ങനെ പിടിക്കുകയാണ്. അപ്പൊ റൂഹ് ഇങ്ങനെ ശരീരത്തിൽ നിന്ന് പതുക്കെ ഈ മലക്കുൽ മൗത്തിന്റെ അടുത്തേക്ക് അവർ പിടിക്കുന്നതിലേക്ക് ഇങ്ങനെ ഒഴിഞ്ഞു പോവുകയാണ്. അങ്ങനെ ഒരു മരണം, കണ്ണൊക്കെ ഇങ്ങനെ മറയും, കാലിങ്ങനെ കൂട്ടിപ്പിണയും. ആ സമയത്ത് ഇങ്ങനെ ഒരു മരണം കിട്ടുമ്പോൾ അത് മുഅ്മിനിന്റെ മരണമാണെങ്കിൽ സമാധാനത്തോടു കൂടിയുള്ള മരണം. ഈ മരണം മുഅ്മിന് പോലും സഹിക്കാൻ കഴിയില്ല. മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താ പറഞ്ഞത്? വഫാത്താകുന്ന സമയം ആയിഷ ബീവിയുടെ തോളിലേക്ക് ചെരിഞ്ഞു കിടന്നു ആദ്യം, പിന്നെങ്ങനെ ഊടുന്നിറങ്ങി മടിത്തട്ടിലേക്ക് വീണു. അവിടുത്തെ മടിയുടെയും നെഞ്ചിനുമിടയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. എന്നിട്ട് ആയിഷ ബീവിയോട് കാലിങ്ങനെ ചുരുട്ടുന്നു, കാല് നിവർത്തുന്നു, കാല് ചുരുട്ടുന്നു, കാല് നിവർത്തുന്നു. പ്രവാചകന്റെ കരങ്ങൾ ആകാശത്തിലേക്ക് ഉയർത്തിപ്പിടിക്കുന്നു. ഞാൻ ഇല റഫീഖിൽ അഅല, ഉന്നതനായ കൂട്ടുകാരനിലേക്ക് പോവുകയാണെന്ന് പറയുന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ പ്രവാചകന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ചാലിട്ടൊഴുകുന്നു, തല ഇളക്കുന്നു. ആയിഷ ബീബി റളിയല്ലാഹു അൻഹയോട് പറയുന്നു, യാ ആയിഷ ഇന്നലിൽ മൗതി ലസക്കറാത്ത്, മരണത്തിന് എന്തൊരു വേദനയാണ് ആയിഷ, സഹിക്കാൻ പറ്റുന്നില്ല. ആര്? മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മുടെയൊക്കെ മരണം എന്തായിരിക്കും? എനിക്ക് മരണത്തിന്റെ അസ്വസ്ഥത സഹിക്കാൻ പറ്റുന്നില്ല. ഒരു നനഞ്ഞ തുണി കൊണ്ട് എൻ്റെ നെറ്റിയൊന്ന് തുടച്ചുകൊണ്ട് ആയിഷ എന്ന് മുഹമ്മദ് മുസ്തഫ. സ്വർഗത്തിലേക്ക് ആദ്യം കാലെടുത്ത് വെക്കുന്ന, സ്വർഗത്തിന്റെ 8 ഗേറ്റിലും ഇഷ്ടമുള്ള ഗേറ്റിൽ കിടക്കാൻ അല്ലാഹ് അനുവാദം കൊടുത്ത, ബാബു റയ്യാൻ മലർക്ക തുറന്നു കൊടുക്കുന്ന, ബാബു സ്വദക്ക മലർക്ക തുറന്നു കൊടുക്കുന്ന, ബാബു ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, ഈ വാതിൽ മലർക്ക തുറന്നു കൊടുക്കുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് വഫാത്താകുന്ന സമയത്ത് പിടച്ചുപോയത്. ഇത് കണ്ട ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ ഉറക്കെ കരയാൻ തുടങ്ങിയപ്പോൾ അള്ളാന്റെ റസൂൽ കൈകൊണ്ട് ഇങ്ങനെ കാണിച്ചു, ചെയ്യരുത്. മോളടുത്തേക്ക് വിളിച്ചു, മോളെ ചെവിയിൽ എന്തോ പറഞ്ഞു. സ്വഹാബികൾ പറഞ്ഞു, ആ പറഞ്ഞത് അധികം വൈകാതെ വാപ്പാന്റെ കൂടെ നീയും വരും, നീ പേടിക്കണ്ടെന്നാണ് എന്നാ. പിന്നെ കുറെ കാലം കഴിഞ്ഞിട്ടില്ല, ഫാത്തിമ റളിയല്ലാഹു അൻഹയും പെട്ടെന്ന് ലോകത്തോട് വിട പറയുകയാണ്. ബാപ്പ പോവാണ്, ബാപ്പാക്ക് ഇഷ്ടപ്പെട്ടൊരു മോളാണ്, ആ മോളെ തനിച്ചാക്കി പോവാണോ? ബാപ്പ പോവാണ്, മോളും വരും ബാപ്പാന്റെ കൂടെ. അല്ലേ? ഈ
തങ്ങളായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും മരണത്തിൻ്റെ വേദന ഇത്രമാത്രം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും? നല്ല മുഅ്മിനീങ്ങളുടെ മരണത്തെക്കുറിച്ച് ഖുർആൻ വീണ്ടും പറഞ്ഞു, ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് സുമ്മസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായികതു അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതി കുൻതും തുഅദൂൻ. എന്നെ ഖുർആൻ പറഞ്ഞു അല്ലേ? എന്താ അതിന്റെ അർത്ഥം? എത്ര ക്ലിയർ ആണ്. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്, നിശ്ചയമായും ഈ കൂട്ടം ആളുകൾ റബ്ബുനല്ലാഹ്, ഞങ്ങൾ റബ്ബ് അല്ലാഹുവാണ് എന്ന് പറഞ്ഞു. സുമ്മസ്തഖാമു, പറയുക മാത്രമല്ല എന്റെ റബ്ബ് അല്ലാഹുവാണ് എന്ന് പ്രഖ്യാപിച്ചിട്ട് സുമ്മസ്തഖാമു, അതിൽ ഉറച്ചു നിന്നു, ഇസ്തിഖാമത്തോടു കൂടി നിന്നു. പിന്നെ പതറുന്നില്ല, ചാഞ്ചാട്ടമില്ല, ഉറച്ചു നിന്നു. അതെ, അചഞ്ചലമായ തൗഹീദിൽ ഉറച്ചു നിന്നു. എന്നിട്ട് അവരുടെ അടുത്തേക്ക് അവരുടെ മരണസമയത്ത് തതനസ്സലു അലൈഹിമുൽ മലായികത്ത്, മലക്കുകളെ അല്ലാഹു അവിടേക്ക് ഇറക്കും. എന്നിട്ട് മലക്കുകൾ പറയും, അല്ലാ തഖാഫു, പേടിക്കണ്ട, വലാ തഹ്സനു, ദുഃഖിക്കണ്ട, വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതി കുൻതും തുഅദൂൻ, അല്ലാഹു നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത സ്വർഗത്തെ തൊട്ട് സന്തോഷ വാർത്ത അറിയിക്കാൻ അല്ലാഹു ഓർഡർ ഇടുകയാണ്. സന്തോഷ വാർത്ത അറിയിക്കുക, അവർക്ക് സ്വർഗത്തിലേക്കാണ് അവരെ കൊണ്ടുപോകുന്നത്. പടച്ചവൻ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത സ്വർഗീയ പൂങ്കാവനത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോവാനാണ് ഞങ്ങൾ വന്നത്. അല്ലാ തഖാഫു, പേടിക്കണ്ട, വലാ തഹ്സനു, ദുഃഖിക്കണ്ട. ഇതാണ് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നത്. ആ ഒരു മരണം നമുക്ക് കിട്ടാനാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. ഇതിങ്ങനെ പറഞ്ഞ് മലക്കുകൾ റൂഹ് ഇങ്ങനെ പിടിക്കുമ്പോൾ റൂഹ് ഇങ്ങനെ ഒഴുകുന്ന, ഒരു പാത്രത്തിൽ നിന്ന് മറ്റൊരു പാത്രത്തിലേക്ക്, ചരിച്ചു വച്ച പാത്രത്തിലേക്ക് വെള്ളം ഒഴുകുന്നത് പോലെ, ഒരു പാത്രം ചരിച്ചു വച്ചാൽ ആ പാത്രത്തിലെ വെള്ളം വേറൊരു പാത്രത്തിലേക്ക് ഇങ്ങനെ ഒഴുകുന്നത് പോലെ റൂഹ് ഈ വിശ്വാസിയുടെ ശരീരത്തിൽ നിന്ന് മലക്കുൽ മൗത്തിന്റെ കരങ്ങളിലേക്ക് ഇങ്ങനെ ഒഴുകും. എന്നിട്ടും വേദനയാണ്. അതാണ് മരണത്തിൻ്റെ ഒരു മുഖം. അല്ലാഹു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയ, സ്വഹാബ കിറാമിന് നൽകിയ ഈ ഉത്തമമായ മരണം അല്ലാഹു നമുക്കും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.